ഗിവ് അവേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയ കൂട്ടത്തിൽ എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയ സ്ഥിതിക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി. ഫസ്റ്റ് ഞാൻ വാങ്ങിയത് ഈ ഒരു സ്കെച്ച് ബുക്കാണ്. നല്ല ക്വാളിറ്റിയുള്ള സ്കെച്ച് ബുക്കായിരുന്നു കേട്ടോ ഇത്. എല്ലാവരും ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്, പക്ഷെ ഞാൻ അതിനല്ല വാങ്ങിയത് കേട്ടോ. പിന്നെ വാങ്ങിയത് ഈ ഒരു സിസേഴ്സാണ്. 3-4 സിസേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. എന്നാലും ഈ ഒരു കളർ കണ്ടപ്പോൾ വാങ്ങാതിരിക്കാനായിട്ട് തോന്നിയില്ല. കാരണം പിങ്കാണ് എൻ്റെ ഫേവറേറ്റ് കളറ്. അതുപോലെ പേസ്റ്റൽ കളേഴ്സ് എല്ലാം എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ സിസേഴ്സും കൂടി എടുത്തു. പിന്നെ ഈ ഒരു ഡോൾഫിൻ കട്ടറാണ് വാങ്ങിയത്. ഒത്തിരി പേരുടെ കയ്യിൽ ഈ ഒരു കട്ടർ കണ്ടിട്ടുണ്ടായിരുന്നു, ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ളത്. ഫ്ലവറിൻ്റെ ഷേപ്പ് ഞാൻ കുറേ തിരഞ്ഞ് നോക്കിയാലും കിട്ടിയില്ല. ഈ ഒരു ഡോൾഫിനാണ് കിട്ടിയത്, പക്ഷേ സന്തോഷം. പിന്നെ വാങ്ങിയത് കുറച്ച് പേസ്റ്റൽ കളേഴ്സിലുള്ള അക്രിലിക് പെയിൻ്റ് ആണ്. ഫെവിക്രിലിൻ്റെ ആണ് ഇത്. ഞാനിതെല്ലാം അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു ബാസ്ക്കറ്റ് വാങ്ങി. ഈ ഒരു ബാസ്ക്കറ്റ് ചെറിയൊരു ബാസ്ക്കറ്റാണ്, പക്ഷെ നല്ല മാറ്റ് ഫിനിഷിലുള്ള ഒരു ഡിസൈനിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ അക്രിലിക് പെയിൻ്റൊക്കെ ഇട്ട് വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഒരെണ്ണം വാങ്ങിയതാണ് കേട്ടോ. അടിപൊളിയല്ലേ. പിന്നെ ഈ ഒരു റിബൺ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ റാപ്പ് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടൊക്കെ വാങ്ങിയ ഒരു റോസ് കളർ റിബണാണ്. പിന്നെ കുറച്ച് ബ്രഷ് വാങ്ങിയിട്ടുണ്ട്. അക്രിലിക് പെയിൻറ്റ് വാങ്ങിച്ച സ്ഥിതിക്ക് ബ്രഷ് വാങ്ങിക്കാണ്ടിരിക്കാൻ പറ്റില്ല, പല സൈസിലുള്ളതാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്, ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനമാണ് ഇത്. നമ്മുടെ ഗ്ലൂ ഗൺ ആണ്. ഇതിൻ്റെ ചെറുതാണ് കേട്ടോ. ഈ ഒരു 2 സ്റ്റിക്കും പിന്നെ ഇതും കൂടെ വാങ്ങിയിട്ടുണ്ട്. 2 സ്റ്റിക്ക് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് എക്സ്ട്രാ വാങ്ങിയതാണ്. 400 രൂപയായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ്. പിന്നെ ഒരു പുഷ്പിൻ വാങ്ങിയിട്ടുണ്ട്. ഒരു പാക്കറ്റ് 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. പിന്നെ നമ്മുടെ എയർ ഡ്രൈ ക്ലേ ആണ് വാങ്ങിയത്. ഇത് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു പൗച്ച് കണ്ടില്ലേ, ഇത് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗിവ് അവേയിൽ. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനും ഇതിൻ്റെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാമല്ലോ. പിന്നെ ഒരു ചെറിയ സ്പൈറൽ ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് എഴുതാനൊക്കെ നമുക്ക് ആവശ്യം വരുമെന്ന് കരുതി വാങ്ങിയതാണ്. അല്ലെങ്കിൽ നമുക്ക് മിനിയേച്ചർ ജേണലൊക്കെ ചെയ്യാമല്ലോ എന്ന് കരുതി വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റമാണ്. ഇത് ബോട്ടിലാണ്, നമ്മുടെ വാട്ടർ ബോട്ടിൽ. ഇതൊരു 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ. നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കണക്കും കുടിക്കുന്ന സമയവും ഒക്കെ കൂടി രേഖപ്പെടുത്തിയിട്ടുള്ളൊരു ബോട്ടിലാണിത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്തോരം വെള്ളം നമ്മൾ കുടിച്ചു എന്നുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ 2 ബോട്ടിൽസും കൂടെ അതിൻ്റെ അകത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ കൂടെ ഫ്രീ ആണ്. ഇതിന് 150 200 അങ്ങാണ്ട് രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വലുത് നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കുടിക്കാം. ഇത് ജിമ്മിൽ പോകുമ്പോൾ കൊണ്ടുപോകാം, ഇത് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം. അങ്ങനെയുള്ള കണക്ക് കൂട്ടലിലൊക്കെയാണ് ഞാനിതൊക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.